അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി. ഓണം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് അത്തമാണ്, പൂക്കളം ഇടുന്ന ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ പൂക്കളം ഇടാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മൾ. ഇതേ മുറ്റത്ത് പൂവൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പൊട്ടിക്കാനായിട്ട് തോന്നൂല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മേടിച്ച പൂക്കളൊക്കെ ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ പൂക്കളം ഇടാനായിട്ട് എളുപ്പമായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഇവിടെ ചുറ്റിനും നിൽക്കുന്ന കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ പൊട്ടിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നാക്കുന്ന ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടൈമൊക്കെ നമുക്ക് ലാഭമായിരുന്നു. എല്ലാ പൂക്കളും അരിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വേഗം നമുക്ക് പൂക്കളം ഇട്ട് തീർക്കാനായിട്ട് പറ്റി കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ജലദോഷമൊക്കെ പിടിച്ച സൗണ്ടൊക്കെ പോയിരിക്കുവാണ്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് പൂക്കളൊക്കെ പൂക്കൊട്ടയിൽ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വട്ടം ഫോട്ടോഷൂട്ടിനായിട്ട് മേടിച്ചിട്ടുള്ള പൂക്കൊട്ടയാണ്. ഇനി ഈ വട്ടം ഫോട്ടോഷൂട്ട് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ കുറച്ച് പുളിയുടെ ഇലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇലയൊക്കെ വേറെ തിരിച്ച് തണ്ട് വേറെ ആക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ഈ പൂക്കളം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നടുവിൽ മുക്കുറ്റിപ്പൂ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ചുറ്റും പിന്നെ കുറേ പൂക്കളൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇറുക്കളൊക്കെ വെച്ച ചുറ്റിനും കുറേ ഡിസൈൻസ് ഒക്കെ വരച്ചു കിട്ടും. എന്നിട്ട് ഓപ്പോസിറ്റ് വരുന്ന കള്ളികളിലൊക്കെ സെയിം കളർ പൂവാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം പൂക്കളം ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചുറ്റും ചെമ്പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ പൂക്കളത്തിൻ്റെ വിശേഷമായിട്ട് വേഗം വരാം. സോ ബൈ.